ആറാട്ടുവഴി പാലത്തിന്റെ ശിലാസ്ഥാപനം ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. തീരദേശത്തിന്റെ സുപ്രധാന ആവശ്യങ്ങളിലൊന്നായ ആറാട്ടുവഴി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. കിഫ്ബി വലിയ നിലയിലേക്ക് ഫണ്ട് പശ്ചാത്തല വികസനത്തിന് ചെലവഴിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണ്ടതുണ്ട്. നമുക്കൊന്നിച്ച് ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആറാട്ടുവഴി പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചു. E.T. ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CM സ്വപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T.K. രമേഷ് ബാബു മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാ ബി ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K.A. ഷിഹാബ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു.